ഹായ്, ഗുഡ് ഈവനിങ്. ഞാനിപ്പോൾ ഇന്ന് ഡിന്നറിന് ഒരു മസാല ഇഡ്ഡലി വ്യത്യാസമാവട്ടെ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, ഒരു ചട്നിയും അരച്ച് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം 4 ഉരുളക്കിഴങ്ങെടുത്ത് കുക്കറിലിടട്ടെ. ഓക്കെ, കുക്കർ അടച്ചു വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം, എന്നിട്ട് പൊടിച്ചെടുക്കണം. ഓക്കെ, ഉരുളക്കിഴങ്ങ് നല്ലോണം പൊടിച്ചെടുത്തു. ഞാൻ നല്ല പൊടിയണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഉള്ളിൽ നിൽക്കുള്ളൂ. നല്ലോണം പൊടിച്ചെടുക്കണം. പിന്നെ ഞാൻ അരച്ചെടുക്കുകയാണ് മസാല ഒക്കെ കൂടിയിട്ട്. എന്നിട്ട് കടുകും ഉഴുന്നുപരിപ്പും ഇട്ടിട്ട് അങ്ങനെ ഈ മസാലകളൊക്കെ ഇടും, ഈ അരച്ച മസാലകളൊക്കെ കൂടി. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അരയ്ക്കാനുള്ള ജീരകം, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഗരം മസാല എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ വീട്ടിൽ പൊടിച്ചതാണ്, ഹോം മെയ്ഡ്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, തക്കാളി, പിന്നെ നമുക്ക് ആവശ്യമുള്ള കടുക്, ഉപ്പ്, പിന്നെ എന്താ പറയുക, ഉഴുന്ന് പരിപ്പ്. ഇതിപ്പോൾ നെയ്യിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ. ഓക്കെ, 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഓക്കെ, അതൊന്ന് അലിയട്ടെ. കടുക് ഇട്ടു, കടുക് പൊട്ടുമ്പോൾ ഉഴുന്ന് പരിപ്പിട്ടു, പിന്നെ ബാക്കിയെല്ലാം കൂടി വതക്കിയെടുക്കാം. ഓക്കെ, ഉള്ളി ഇട്ടു, പിന്നെ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ആ പൊടികളൊക്കെ കൂടിയിട്ട് ഇടാം. ഓക്കെ, ആവശ്യമുള്ള ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ. ഉരുളക്കിഴങ്ങ് പൊടിച്ചത്, മറ്റേ ഉരുളക്കിഴങ്ങിൻ്റെ ഇത് റെഡി. അതിലിപ്പോൾ കളർഫുള്ളായിരിക്കണ്ട, അതിനാണ് നമ്മൾ അരച്ചിട്ട് ചേർക്കുന്നത്. ഓക്കെ, 2 പച്ചമുളക്, പിന്നെ നമുക്ക് ആ പൊടികളൊക്കെ ചേർക്കാം. എല്ലാ പൊടികളും ചേർക്കും. തക്കാളി പിന്നെ അതിൽ കടന്നാലേ കുട്ടികൾക്കത് ഇഷ്ടപ്പെടില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ മസാലയുടെ കൂടെ ചേരണ്ടേ. തക്കാളി നന്നായിട്ട് ഉടയണം, എന്നിട്ട് വേണം നമുക്ക് അരയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് പിന്നെ വലിയതായിട്ട് ഉടയേണ്ട ആവശ്യമില്ല. അരച്ചെടുക്കണം. ഈ മസാലയുടെ ഒക്കെ കൂടിയിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. കൊത്തമല്ലി ഇല ഉണ്ടെങ്കിൽ ചേർത്തോളൂ, എൻ്റെ കയ്യിലില്ല. അതാകുമ്പോൾ കുറച്ചൊരു നല്ല ടേസ്റ്റ് വരും. ഓക്കെ, ലാസ്റ്റിലിട്ടാൽ മതി പച്ചയോടെ അരയ്ക്കാൻ. ഓക്കെ, ഇതൊക്കെ കൂടി നമുക്ക് അരച്ചെടുക്കാം ചെറിയ മിക്സിയുടെ ജാറിൽ. കടായിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു, ജീരകം, പിന്നെ ആ മുറിച്ച് വെച്ചില്ലേ നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, അതിൻ്റെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അരയ്ക്കാനായിട്ട്. അത് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ തക്കാളി. അതേ കടായിൽ എണ്ണ ഒഴിക്കുക. ഇനിയിപ്പോൾ നെയ്യ് വേണ്ട. ഓക്കെ, ആ മസാല ഒന്ന് വറക്കാൻ. മസാല ഇപ്പോൾ തക്കാളി ഒന്നും കഴിക്കില്ലല്ലോ, കുട്ടികൾക്ക് പ്രശ്നമില്ല. അപ്പോൾ നന്നായിട്ട് എണ്ണ തെളിയുന്നവരെ വഴറ്റുക. നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചോളൂ. നെയ്യിൻ്റെ ഭയങ്കരമായിട്ട് ഒരു ഇത് വരും, അത് കാണാം. എണ്ണ ഒഴിച്ച്, ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച്, ഗോൾഡ് വിന്നറാണെങ്കിൽ ഗോൾഡ് വിന്നർ ഒഴിക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് എല്ലാത്തിൻ്റെയും. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഒക്കെ ഹോം മെയ്ഡാട്ടോ. ഗരം മസാലയും മറ്റേതൊക്കെ ഞാൻ വീട്ടിൽ പൊടിച്ചതാണ്. എല്ലാം കൂടിയിട്ട് നല്ല വഴറ്റുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ജീരകം എല്ലാം പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ടോളൂ. ജീരകം എൻ്റെ അടുത്തില്ല, അപ്പോൾ ഞാൻ പിന്നെ അത് അരയുമല്ലോ നന്നായിട്ട്. തക്കാളിയും ഒക്കെ കൂടി ഒരു ചെറിയൊരു പുളി എല്ലാം കൂടിയിട്ട്. കൊത്തമല്ലി ഇലയുണ്ടെങ്കിൽ കൊത്തമല്ലി ഇല ഇട്ടു. ഓക്കെ, ഈ മസാല നിങ്ങൾക്ക് വേണമെങ്കിൽ പുരി മസാലയ്ക്ക് യൂസ് ചെയ്യാം, സാധാ നമ്മുടെ മസാല ദോശയ്ക്ക് യൂസ് ചെയ്യാം. ബാക്കി വന്നാൽ എല്ലാത്തിനും എടുത്ത് നമ്മൾ ജോലിക്കൊക്കെ പോണവരെ ഈ മസാല ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഭയേ വേണ്ട, എല്ലാത്തിലും വേറെ വേറെ ഡിഫറെൻ്റായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് അതാണല്ലോ വേണ്ടത്. ഓക്കെ, അപ്പം മസാല ഇനിയിപ്പോൾ ഇഡ്ഡലി ഒഴിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, പകുതി ഒഴിക്കുക, എന്നിട്ട് നടുവിൽ ഈ നമ്മുടെ മസാല വയ്ക്കുക. അതിലും വെച്ചില്ലേ, ഇനി അതിൻ്റെ മേലെ നമുക്ക് മാവ് കൊണ്ട് പൊതിയുക.
കണ്ടോ, മൂന്നിലും പൊതിയ വെച്ച് വേവിച്ചെടുക്കാം. ഓക്കെ, 10 നിമിഷം കൊണ്ടാവും. ഓക്കെ, മസാല ഇഡ്ഡലി ഇതപ്പോൾ പൊട്ടുക്കടല ചട്നി മേലെ വെച്ച് കഴിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ആദ്യം കുറച്ച് വലിയതായി, ഇനി അടുത്തത് ചെറുതായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, രണ്ടാമത്തെ. നന്നായിരിക്കും, എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു സോ മച്ച്. അപ്പോൾ മസാല ഇഡ്ഡലിയും പൊട്ടുക്കടല ചട്നിയും എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. എളുപ്പമാണ്. മാവുണ്ടെങ്കിൽ നമുക്ക് ഈ മസാല കൂട്ടും ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ബാക്കി വന്നത് നാളെ മസാല ദോശ ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു സോ മച്ച്. പൊളി പൊളി സൂപ്പർ.